നരകത്തെ കൊണ്ടുള്ള എത്രയോ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടവരാണ്, എത്രയോ പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങൾ കേട്ടവരാണ്, എത്രയോ പ്രഭാഷണം നമ്മൾ എല്ലാവരും ചെന്നിരുന്ന് ആ പ്രഭാഷണങ്ങൾ പരിപൂർണമായി വിജയത്തിലെത്തിച്ചു കൊടുത്തവരാണ്, എത്രയോ പ്രസംഗ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് നിങ്ങളോട് നരകം കൊണ്ട് ഞാൻ മുന്നറിയിപ്പ് തരുന്നു എന്ന് ആവർത്തിച്ച് 3 വട്ടം പറഞ്ഞ കട്ടിയാളുന്ന പടച്ചതമ്പുരാന്റെ ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ ആ നരകത്തെ പറ്റിയിട്ട് ഭയന്നുകൊണ്ടാണ് മുൻഗാമികളായ സഹാബത്തും അവരുടെ പിന്തലമുറക്കാരായ താബീങ്ങളും ഓരോ ദിവസത്തിന്റെ പാതിരാത്രികളെ തള്ളി നീക്കിയത്. നരകത്തെ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണെങ്കിൽ മഹാനായ അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. അതെത്ര ഭീകരമെന്ന വിഷയം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന അഴീക്കോടിന്റെ മാലിക് ബിൻ ദീനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടികള് 2016 ഡിസംബർ മാസം 31-ാം തീയതി പാതിരാത്രിയോടെടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ എത്രയോ ചെറുപ്പക്കാര് മദ്യപിച്ചുകൊണ്ട് മധുരാശിമാടെ കൈപിടിച്ചുകൊണ്ട് മണലാരുണ്യത്തിലൂടെ ഓടിച്ചാടി നടക്കുമ്പോ അനുഗ്രഹീതമായ സദസ്സിൽ വന്ന് പ്രഭാഷണം ശ്രവിക്കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എന്റെ പ്രിയപ്പെട്ട ആയിരക്കണക്കായ പെണ്ണന്മാരോട് പറയാറുള്ളത്, എത്രയോ നരകത്തെ കേട്ട് പെണ്ണുങ്ങൾ സഹോദരിമാരെ എത്രയോ നരകത്തെയാ നമ്മളെ കേട്ടിട്ടുള്ളത്, എത്രയോ നരകത്തെ പറ്റിയിട്ടുള്ള പ്രസംഗമാ ഞാനും നിങ്ങളെ കേട്ടിട്ടുള്ളത്. നരകത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ മണിക്കൂറുകളോളം കേട്ടിട്ട് അല്ലാഹുവേ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോയി അവസാനം പഴയതിനേക്കാൾ അപ്പുറപ്പ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് പോയ എത്രയോ ചെറുപ്പക്കാരികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആരായിരുന്നു അഖ്നഫ് ബിൻ ഖൈസ് എന്നറിയോ? ഒരു കറാഹത്ത് പോലും ചെയ്യില്ല, ഒരു കറാഹത്ത് പോലും ചിന്തിക്കില്ല, ഒരു നിഷിദ്ധമായ കാര്യം പോലും കാണില്ല, നിഷിദ്ധമായതിലേക്ക് നടന്നു പോകില്ല. തികച്ചും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതമാണ്. അല്ലാഹു എന്താണോ പറഞ്ഞത് അവിടെ നിന്ന് കേൾക്കുന്നതല്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വരച്ച് കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ എത്ര കൈപ്പേറിയതാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് കടകവിരുദ്ധമായി ഒരു ഇഞ്ച് പോലും മാറ്റിച്ചു വിട്ടാത്ത അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു വഖത്ത് നിസ്കാരം പോലും ഖലാക്കിയിട്ടില്ല, ഒരു നോമ്പ് പോലും അറിയുന്ന സമയം മുതൽ വിട്ടിട്ടില്ല, ഒരു തസ്ബീഹ് പോലും മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിച്ചിരുന്ന അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ എന്താണ് ചെയ്യുന്നതെന്നറിയോ? പാതിരാത്രി ഇതുപോലുള്ള 2016 അവസാനിക്കുന്ന ഡിസംബറിന്റെ 31-ാം തീയതിയിലെ പാതിരാത്രി പോലുള്ള പാതിരാത്രികള് അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്ന് പെട്ടെന്ന് ഇയാൾ എണ്ണ വിളക്കെടുത്തു കൊണ്ടുവരികയാ. എണ്ണ വിളക്കെടുത്തു കൊണ്ടുവന്നതിന്റെ തിരികിലേക്ക് തീ കത്തിക്കുകയാ. എന്നിട്ട് അഖ്നഫ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നത് എന്തെന്നറിയോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ എണ്ണ വിളക്കിന്റെ തിരിയിലേക്ക് എണ്ണവിളക്കിന്റെ തിരിയിലേക്ക് തീ കൊളുത്തി വെച്ചുകൊണ്ട് അഖ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നത് എന്തെന്നറിയോ? ആ തീയിൽ നിന്ന് തീ ഇങ്ങനെ മേപ്പോട്ട് ഉയർന്നു വരുമ്പോ അഖ്നഫ് റളിയല്ലാഹു അൻഹു തന്റെ വിരലാ തീയിലേക്ക് ചേർത്ത് വെക്കുകയാ, തന്റെ വിരലാ തീയിലേക്ക് ചേർത്ത് വെക്കുകയാ. എന്നിട്ട് ആ തീയിൽ നിന്ന് ചൂട് തന്റെ വിരലിലേക്ക് പടർന്നു കയറുമ്പോ അഖ്നഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിന്നിലോട്ട് വലിക്കാൻ തോന്നുകയാ. ഓ സമയത്ത് അഖ്നഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? അഖ്നഫേ, അഖ്നഫേ, മാ ഹമലക അലാ മാ സ്വനഅത യൗമ കദാ, ഇതുപോലും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീയല്ലേ നിന്റെ എണ്ണവിളക്കിൽ തീ കൊളുത്തിയത്. ആ തീ കൊളുത്തിയതായ എണ്ണവിളക്കിൽ നിന്ന് ഒരു ചെറിയ തീനാളം ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോ നിന്റെ കൈവെള്ള ചേർത്ത് വെച്ചുകൊണ്ട് കൈവെള്ളുമ്പോ നിനക്ക് ആ വേദന പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അഖ്നഫേ,
എങ്ങനാടാ നിനക്ക് ഹറാമ് ചെയ്യാൻ കഴിയുക? എങ്ങനാടാ നിനക്ക് ഹറാമ് ചിന്തിക്കാൻ കഴിയുക? എങ്ങനാണ് അഹ്നഫേ ഹറാമിലേക്ക് നിനക്ക് നടന്നു പോകാൻ കഴിയുക? എങ്ങനാണ് അഹ്നഫേ നിനക്ക് ഹറാമായ ഭക്ഷണം കഴിക്കാൻ കഴിയുക? സഹോദരങ്ങളെ, ഇന്നത്തെ പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കപ്പോയിലേക്ക് ഞാനും നിങ്ങളും ചെല്ലുന്നതിന് മുമ്പ് വീട്ടിൽ ഇളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ആ വിളക്കിലേക്ക് കൈചേർത്ത് വെച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ശരീരത്തെ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നതല്ല. നമ്മുടെ മുൻഗാമികളെ നരകത്തെ പേടിച്ചിരുന്ന രീതി ഞാൻ പറഞ്ഞതാ. ഒരു തീനാളത്തിലേക്ക് കൈചേർത്ത് വെച്ചുകൊണ്ട് ആ തീയിലേക്ക് തീ എങ്ങനെ ആളിപ്പടരുന്ന സമയത്ത് സഹിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ അഹ്നഫ് ചോദിച്ചത്, എങ്ങനാണ് നിനക്ക് ഈ തീ പോലെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കത്തിയാളെന്ന പടച്ചതമ്പുരാന്റെ നരകത്തിന്റെ തീ എങ്ങനാ നിനക്ക് സഹിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു പോയ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പോയ ഖബറിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? അവര് പോയ പാതയിലൂടെയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് സഞ്ചരിക്കേണ്ടത്? അതുകൊണ്ട് നരകത്തെ പറ്റി നമുക്കൊന്ന് പറഞ്ഞാലോ, ഭീകരമായ നരകത്തെ പറ്റി നമുക്കൊന്ന് പറഞ്ഞാലോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. നരകം ഭീകരമാണ്, നരകം ഭീകരമാ, നരകം ഭീകരമാ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നരകം കള്ളുകുടിയന് നരകമുണ്ടെന്നുള്ള കാര്യം ഒരുപാട് കേട്ടവരാ. പലിശക്കാരന് നരകമുണ്ടെന്ന പ്രസംഗം ഒരുപാട് കേട്ടതാ. ഒരുപാട് തിന്മകൾ ഞാനും നിങ്ങളും വിശദീകരിച്ചിട്ട് ആ തിന്മകൾക്ക് അല്ലാഹു നരകം കൊടുക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഞാനും നിങ്ങൾ കേട്ടവരാ. ഒരു മദ്യപാനിക്ക് നരകം കൊടുക്കുന്ന വിഷയം പറയുമ്പോ എനിക്കും നിങ്ങൾക്കും അത്ഭുതം അതിൽ വരാറില്ല. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങൾ കേട്ടുപഠിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാനും നിങ്ങളും അറിയാതെ പോയ രണ്ട് ചെറിയ തിന്മകളുണ്ട് ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും ചിന്തിച്ചു പോലും കാണില്ല, ഇത്രയും ഗൗരവമാണോ പടച്ചവനെ ആ തിന്മകളെന്ന്. അങ്ങനെയുള്ള രണ്ട് ചെറിയ തിന്മകളെ കാരണത്താൽ ഞാനും നിങ്ങളും നരകത്തിലേക്ക് പോകുമെന്നുള്ള കഥ മുത്തുനബി ലോകത്തോട് വിളിച്ചു പറയുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ നരകമെന്ന് പറയുന്ന ഭീകരമായ സത്യനിഷേധികളുടെ നിത്യസങ്കേതമായ നരകത്തിന്റെ ആ ഭീകരതയിലേക്ക് ഞാനും നിങ്ങളും ചെന്നകപ്പെട്ടു പോയാ സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന്റെ ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ആ നരകത്തിന്റെ ചൂടേക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഇന്നത്തെ പാതിരാത്രി ഒരുപാട് പ്രത്യേകതകളുള്ള രാത്രിയാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള രാത്രിയാണ്. 2016 സലാഞ്ചല് പിരിയുമ്പോ 2017 ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ ഒരു പുതിയ ജീവിതം നയിച്ചൂടെ? ഒരു പുതിയ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ മാറ്റുലയായി മാലിക് ഇബ്നു ദീനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മതപ്രസംഗങ്ങൾ മാറ്റിക്കൂടെ? അല്ലാഹു ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, നമുക്കൊരു വലിയ മാറ്റമാണ് വേണ്ടത്. പ്രസംഗിക്കാൻ ആളുകൾക്ക് കുറവില്ല, പ്രസംഗം സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് കുറവില്ല, പ്രസംഗം ഒന്ന് കേൾക്കാൻ കേൾവിക്കാർക്ക് കുറവില്ല. പക്ഷെ പ്രസംഗങ്ങൾ പറയുകയും പറയിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറം മതപ്രസംഗങ്ങളിലൂടെ പറയപ്പെടുന്ന വിഷയങ്ങൾ ജീവിതത്തിലോട്ട് പ്രാവർത്തികമാക്കാ പറയുന്നവന് കഴിയാതെ പോയാ, സംഘടിപ്പിച്ചവന് കഴിയാതെ പോയാ, കേട്ടെഴുന്നേറ്റ് പോയവന് കഴിയാതെ പോയാ 2 മണിക്കൂർ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊന്ന് മാറിക്കൂടെ? അല്ലാഹു മാറാ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് മാറാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിൽ 2 മണിക്കൂർ എന്നോടൊപ്പം ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഇതിന് പകരമായി നാളെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് അത്ഭുതം തോന്നിപ്പോവാൻ 25 പെൺകുട്ടികളെ 250 പവൻ ആ സ്വർണാഭരണം കൊടുത്ത് 25 പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ചെറുപ്പക്കാര് തയ്യാറാകുമ്പോ അതിന്റെ കൺവീനർ റാഫി തന്നെ 1 പവന്റെ അത്ര പോലും കനം ഉണ്ടാവൂല. അപ്പൊ അത്ര ആത്മാർത്ഥതയോടെ 11 പേര് ആത്മാർത്ഥമായി ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടിമകളായ ദാസന്മാരായ പാവപ്പെട്ട മനുഷ്യരോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. നിങ്ങൾ രക്ഷപ്പെട്ടു, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവര് പറയുന്നു, ഉസ്താദെ അടുത്ത കൊല്ലം ഞങ്ങൾ 50 പെണ്ണുങ്ങളോണെങ്കിലും കെട്ടിക്കും. 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങൾ ചിന്തിക്കാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട്. 25 പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള സാമ്പത്തികമായ സഹായം ഇവിടെ നിങ്ങൾക്ക് തന്നു. അത് നിങ്ങൾ വലിയ കാര്യമായി ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കാതെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം.
25 സാധുക്കളായ പെൺകുട്ടികൾ കെട്ടിച്ചയക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ ഇവിടെ ഇരുന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 25 പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം കഴിപ്പിച്ച് അയക്കപ്പെടാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലെ പട്ടിണി പാവങ്ങളായ പാവപ്പെട്ട പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായല്ലോ എന്നുള്ളതാണ്. പല നാടുകളിൽ പൈസ കൊടുക്കാൻ ആളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ ആളുകളുണ്ട്. ചെറുപ്പക്കാർ അതിനേക്കാൾ ആവേശത്തോടെ ആ പൈസ കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ തയ്യാറാണ്. പക്ഷേ അവിടെയൊക്കെ ഞാൻ അറിഞ്ഞെടുത്തോളം ഉസ്താദെ പെണ്ണുങ്ങളില്ല, ആരും തയ്യാറാവുന്നില്ല. കാരണം അവരവർക്കൊക്കെ സാമ്പത്തികമുണ്ട്, അവർ കെട്ടിച്ചോളാന്നാ പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പല നാടുകൾ എത്തപ്പെടുമ്പോൾ ഈ അഴീക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് 25 പെൺകുട്ടികളെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞു എങ്കിൽ ഈ നാട്ടിൽ ഈ 11 ചെറുപ്പക്കാരിലൂടെ, അതല്ലെങ്കിൽ അവർക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഈ നാട്ടിലെ ആയിരക്കണക്കായ സഹോദരങ്ങളിലൂടെ ഈ നാടിനെ സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അങ്ങനെ ഈ നാടിനു വേണ്ടി പരിശ്രമിക്കുന്ന ആരും അവരോട് ചോദിക്കൂല, ആരും അവരോട് കയർത്ത് സംസാരിക്കൂല, ആരും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കൂല. പക്ഷേ അവർ അവരുടെ കുടുംബത്തിന്റെ കാര്യം പോലെ ഇതിൽ എല്ലാ സഹോദരങ്ങളുടെയും കഥ പരിശോധിച്ചു നോക്കിയാൽ ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, വള്ളത്തിൽ കയറിയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്, പാവപ്പെട്ട ജീവിതം നയിക്കുന്ന അത്രയും കഷ്ടപ്പെടുന്ന ആളുകൾ അവരവരുടെ അധ്വാനം മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോ നമ്മുടെ മനസ്സിൽ 2 ചിന്തകളാണ്. ഒന്ന്, വേറെ ദുഷിച്ച മോശമായ ചിന്തകൾ വരില്ലെങ്കിലും 12 മണിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മക്കളോട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതെന്താകുമെന്നുള്ളൊരു ജിജ്ഞാസ നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ തളം കെട്ടിക്കിടക്കുകയാണ്. 50 ദിവസത്തിനകം ഞാൻ ഒരു സുപ്രധാനമായ ഒരു സുവിശേഷം നിങ്ങളോട് പറയുമെന്നും ആ പറയുന്നത് നിങ്ങൾക്ക് പരിപൂർണമായി തൃപ്തിപ്പെടുമെന്നും ഇനി തൃപ്തിപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ കൈനീട്ടി വാങ്ങിക്കോളാമെന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പരമോന്നതനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പുതിയ ഒരു സംബോധന എന്താണ്, ഒരു സംവാദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകൾ കൊതിച്ചിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട രാത്രി 12 മണിയാണ്. പണ്ട് കള്ളന്മാരെ പേടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പേടിക്കേണ്ട അവസ്ഥയാണ് അല്ലേ? എപ്പോഴാണ് തീരുമാനം മാറ്റുന്നതെന്ന് പറയാൻ പറ്റൂല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സുപ്രഭാതത്തിൽ നോട്ട് പിൻവലിച്ചു. ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ്. നാളെ സുപ്രഭാതമാകുമ്പോ ഇനി ഒരു നാളിൽ അതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കൂല, എങ്കിലും അവരൊന്ന് പയറ്റി നോക്കുന്നതാ. ഒരു രാവിലെ കടയിൽ ചെന്ന് ചായ കുടിച്ച് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ചായ വാങ്ങിക്കൊടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് 500-ന്റെ നോട്ടെടുത്ത് കൊടുത്തപ്പോ കടക്കാരൻ പറയാണ്, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തുപറ്റി? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംബോധന നിങ്ങൾ കണ്ടില്ലേ? നോട്ട് പിൻവലിച്ചിരിക്കാൻ. അപ്പൊ ഇത് രാത്രി നടന്ന സംഭവം നേരം വെളുത്തപ്പോഴാണ് ആളുകൾ അറിയുന്നത്. ഇനി ഒരു സാഹചര്യം, നേരം വെളുത്ത സുബഹി നിസ്കാരത്തിന് വേണ്ടി അഴീക്കോട് ജട്ടിയിലെ ജുമാ മസ്ജിദിൽ ചെല്ലുമ്പോൾ ആളുകൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ രാത്രി വാർത്തയൊന്നും കണ്ടില്ലേ? എന്തുപറ്റി? രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുകയാണ്, ഇനി പള്ളിയിൽ പോകാനൊന്നും പറ്റൂല എന്ന ഒരു ചിന്തയായിരിക്കാം അവർ ടെസ്റ്റ് ഡോസ് സാമ്പത്തികമായ പിൻവലിക്കലിലൂടെ സാമ്പത്തികമായ 75% വരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നതെങ്കിൽ അതുപോലെ ആയിരിക്കൂല ഇത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടല്ലാതെ ഇവിടെ ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ തൽക്കാലത്തേക്ക് ആ ചിന്തയൊക്കെ വിടുക. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. നമുക്കെന്താ 500 അല്ല 1000 അല്ല 50 കൂടെ അങ്ങോട്ട് പിൻവലിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ കള്ളന്മാരല്ല, നമ്മൾ അഴിമതിക്കാരല്ല, നമുക്ക് കൊള്ളക്കാരല്ല. കൊള്ളക്കാര് കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ കർണാടകയില് 500 കോടി രൂപയുടെ കല്യാണം നടത്തി ജനാർദ്ദന റെഡ്ഡി. നിങ്ങൾ ആലോചിക്കണം, ആ 500 കോടി എങ്ങാനും ഈ 11 റാഫി അടക്കമുള്ള 11 കയ്യിൽ കൊടുത്താലുണ്ടല്ലോ, അവരെന്താ ചെയ്യാ? തൃശ്ശൂർ ജില്ലയെന്നല്ല, തെക്കൻ ജില്ലകൾ തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും പാവപ്പെട്ട പെൺകുട്ടികളെയും കെട്ടിച്ചതിനെ ഒന്നുകൂടെ കെട്ടിക്കും. അത്ര സമ്പത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 500 കോടി രൂപയിൽ 150 കോടി രൂപയുടെ പന്തൽ, 80 കോടി 90 കോടി രൂപയുടെ ആഭരണം, 1616 കോടി രൂപയുടെ കല്യാണ വസ്ത്രം, ഇതൊക്കെ നടത്തിയപ്പോ നമ്മൾ ആലോചിക്കണം,
ഇത് രാജ്യത്ത് നോട്ട് പിൻവലിച്ചതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതുകൊണ്ട് ചിന്ത നമുക്കും കളയാം. നമ്മള് കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നുമല്ല, നമുക്കത് വിഷയവുമല്ല. അവരായി അവരുടെ പാടായി. നമുക്ക് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നമുക്കുണ്ടാവൂല. കാരണം ആഫ്രിക്കയുടെ തെരുവീതികളിൽ 10 കിലോ പഴവും 10 കിലോ ഓറഞ്ചും 10 കിലോ ആപ്പിളും ഉന്തുവണ്ടിയിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന ആഫ്രിക്കയിലെ കറുപ്പ് വർഗക്കാരനായ പാവപ്പെട്ടവന്റെ ഉന്തുവണ്ടിയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 10 കിലോ പഴം, 10 കിലോ ഓറഞ്ച്, 10 കിലോ ആപ്പിള്, 30 കിലോ ഫ്രൂട്ട്സ് ഒരു ഉന്തുവണ്ടിയിൽ കയറ്റി വെച്ചിട്ട് കറുത്ത ഗ്രാമീണനായ ആഫ്രിക്കയിലെ സഹോദരൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുക. അദ്ദേഹത്തിന്റെ ആ ഉന്തുവണ്ടിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു വാചകം എഴുതി വെച്ചിരിക്കുന്നു, കൈഫ അഖാഫു മിനൽ ഫഖ്രി വ അന അബ്ദുൽ ഗനി. എന്താണെന്നറിയോ? കൈഫ അഖാഫു മിനൽ ഫഖ്ർ, ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ പേടിക്കണം? അന അബ്ദുൽ ഗനി, ഞാൻ മോഡിയുടെ അടിമയല്ല. അന അബ്ദുൽ ഗനി, ഞാൻ സമ്പന്നനായ അല്ലാഹുവിന്റെ അടിമയാണ്. സമ്പന്നനായ റബ്ബിന്റെ അടിമയായ എനിക്ക് ദാരിദ്ര്യത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഉന്തുവണ്ടിയിലെ മുമ്പിൽ എഴുതി വെച്ച ആഫ്രിക്കയിലെ തെരുവീതിയിലെ പാവപ്പെട്ട ഗ്രാമീണനായ കറുപ്പ സഹോദരന്റെ ഈമാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നുള്ള അനുമാനത്തോടു കൂടി ഞാൻ പറയാ, നമുക്ക് ആ ചിന്ത വിടാം. നമുക്കിന്ന് അതത്ര ഭീകരമെന്ന വിഷയത്തിലേക്ക് ഇറങ്ങി വരാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കള്ളുകുടിയനും വ്യഭിചാരിക്കും പലിശക്കാരനും ഈ പറയപ്പെടുന്ന ക്രൂരമായ തിന്മകൾ ചെയ്യുന്ന മനുഷ്യന് നരകം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോ അതിലൊന്നും അത്ഭുതം തോന്നാറില്ല. കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പലിശക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അവന് നരകമാണ് എന്ന്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന 2 ചെറിയ തിന്മകളാണ്. ഗൗരവത്തോടെ കേട്ടോളി. 2 ചെറിയ തിന്മകൾ. ആ ചെറിയ തിന്മകൾ ആയിരക്കണക്കിന് ബഹുമാനരായ സംഘാടകരുടെ അഭിപ്രായം അനുസരിച്ച് 3000-ഓളം വരുന്ന സഹോദരിമാരിരിക്കുന്ന ഈ വേദിയിൽ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഈ 2 ചെറിയ തിന്മയുടെ ഹോൾസെയിൽ ഡീലർമാര്. അള്ളാഹു അവരെ, നമ്മളെ സഹോദരിമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരസ്യമായി നിങ്ങൾ ആക്ഷേപിക്കുന്നൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ദുആറക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സദസ് ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിയത്താക്കിയ സ്വർണ്ണമൊന്നും തരാതിരിക്കണ്ട. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായി ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. 2 ചെറിയ തിന്മകളാണ്. ആ 2 ചെറിയ തിന്മകളിലൂടെ അള്ളാഹു നമുക്ക് തരുന്നതേത് ഭവനമാണ്. കൈകൊണ്ടു തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സ്വർഗമല്ല. അള്ളാഹു ഈ 2 ചെറിയ തിന്മ ചെയ്യുന്നവർക്ക് അല്ല കൊടുക്കുന്നത് ഏത് ഭവനമാണ്? കത്തിയാളുന്ന നരകമാണ്, ഭീകരമായ നരകമാ. ഏത് നരകമാണെന്നറിയോ സഹോദരങ്ങള്? ഞാൻ ചോദിക്കുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന അഴീക്കോടുകാരോട് ചോദിക്കുകയാ, ഒരു അരമണിക്കൂർ നിങ്ങൾ എന്റെ പ്രഭാഷണം ഒന്ന് ഗൗരവത്തോടെ കാണണേ. ഭീകരമായ നരകത്തെ പറ്റി പറയാ, നരകത്തിന്റെ ഭീകരതയെ പറ്റി പറയാ, നരകത്തിന്റെ പാമ്പിന്റെ കഥ പറയണ്ട, നരകത്തിന്റെ തീയുടെ ചൂട് പറയണ്ട, നരകത്തിന്റെ ആഴപ്പിന്റെ കാര്യം പറയണ്ട. പിന്നെയോ നരകത്തിന്റെ ഭീകരതയെ പറ്റി പറയണമെങ്കിൽ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നരകാവകാശിയുണ്ടല്ലോ. സീരിയൽ കണ്ട നരകത്തിൽ പോകുന്ന പെണ്ണ്, കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചിട്ട് കാമം തീർക്കാൻ ഒളിച്ചോടി പോകുന്ന മുസ്ലിം നാമധാരിയായ പെണ്ണ്, ആ പെണ്ണ് നരകത്തിൽ പോയി കഴിഞ്ഞ അവളുടെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ കനവും ശരീരത്തിന്റെ ഭാരവും തൂക്കവും നീളവും വീതിയോ എന്താണ് എന്ന് ചിന്തിച്ചാ നരകത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നതാണ്. സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ. ഇവിടെ ഒരാളുടെ ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? 1 ചാണോ 1.5 ചാണോ, അതല്ലെങ്കിൽ 1 മുഴമോ 1.5 മുഴമോ, അതല്ലെങ്കിൽ 1 അടിയോ 2 അടിയോ? ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്ക് എത്താനുള്ള ദൂരം എത്രയാണ്? ഒന്ന് ചിന്തിക്കേണ്ട ചെറുപ്പക്കാരാ. എത്ര വലിയ ആരോഗ്യമുള്ള, എത്ര വലിയ നെഞ്ചുവീതിയുള്ള, നല്ല നെഞ്ചുറപ്പുള്ള, നല്ല ശരീരഘടനയുള്ള ഏതൊരു ചെറുപ്പക്കാരന്റെ ഷോൾഡർ അളന്ന് നോക്കിയാൽ ഏറിപ്പോയാൽ 1.5 മുഴമായിരിക്കുമല്ലോ. അതിനപ്പുറത്തോട്ട് വലിപ്പം വരില്ല. ഇത് നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ കഥ
കഥയല്ല പറയുന്നത്. പച്ചയായി പച്ചമണ്ണിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ഷോൾഡറിന്റെ ദൂരമാണ്, അളവാണ്. ആ മനുഷ്യന്റെ ദൂരമാണ് പറയുന്നതെങ്കിൽ അല്ലാഹുവേ, ആ മനുഷ്യനെങ്ങാനും നരകത്തിൽ പോയാൽ ആ നരകത്തിന്റെ ഭീകരത പറയുമ്പോ നരകത്തിന്റെ ഭീകരത പറയണ്ട, നരകത്തിൽ പോകുന്നവന്റെ ഭീകരത പറഞ്ഞാ മതി. നിസ്കാരത്തിന്റെ മഹത്വം പറയാ, നിസ്കരിക്കുന്നവനല്ല കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞാ മതി. പള്ളിയുടെ മഹത്വം പറയാ, പ്രിയപ്പെട്ടവരെ, പള്ളിയുമായി ബന്ധപ്പെട്ടവന്റെ മഹത്വം പറഞ്ഞാ മതി. നോമ്പിന്റെ മഹത്വം പറയാ, നോമ്പ് പിടിക്കുന്നവന്റെ മഹത്വം പറഞ്ഞാ മതിയല്ലോ. അതുകൊണ്ട് നരകത്തിന്റെ ഭീകരത ഞാൻ പറയുന്നത്, അതിനകത്ത് വലിച്ചെറിയപ്പെടുന്ന നരകാവകാശിയുടെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു തോളിൽ നിന്ന് അടുത്ത തോളിലേക്കുള്ള ദൂരം 1.5 അടിയോ 2 അടിയോ, 1.5 ചാണോ 2 ചാണോ, 1 മുഴമോ 1.5 മുഴമോ മാത്രമാണ് ദൂരമുള്ളതെങ്കിൽ സുബ്ഹാനല്ലാഹ്, നരകാവകാശിയായ ഒരു മനുഷ്യന്റെ ഒരു തോളിൽ നിന്ന് അടുത്ത തോളിലേക്കുള്ള ദൂരം എത്രയാണെന്നറിയോ? ലോകത്തിന്റെ നായകന് നിസ്കാരം മാത്രമല്ലല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നോമ്പ് മാത്രമല്ലല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നരകത്തിൽ പ്രവേശിക്കപ്പെടുന്ന മനുഷ്യന്റെ ദൂരം പറയുകയാ. റസൂൽ പറയുന്നു, മാ ബൈന മങ്കിബയിൽ കാഫിരി ഫിന്നാർ. നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ ഒരു തോളിൽ നിന്ന് അടുത്ത തോളിലേക്കുള്ള ദൂരം അറിയണോ? പെങ്ങളെ, ഇത് കേട്ടിട്ട് പോ, പൊന്നുമോളെ, സീരിയല് കാണാ, ഇത് കേട്ടിട്ട് പോ എന്റെ ചെറുപ്പക്കാരാ, കള്ളു കുടിക്കാ. അല്ലാഹുവേ, ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയെന്നറിയോ? നബി തങ്ങൾ പറയുന്നു, മസീറത്തോ സലാസത്തി അയ്യാ, 3 ദിവസത്തെ വഴിദൂരമാണ്, 3 ദിവസത്തെ വഴിദൂരമാണ്. ഇത് ഒരാളുടെ കഥയാണ് പറയുന്നത്. നരകം ഭീകരമാണെന്ന് പറയുമ്പോ അതെത്ര ഭീകരമാണെന്ന് ചിന്തിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തെ പറ്റി പറയണ്ട. നരകത്തെ പറ്റി പറയാൻ ഞാനാളല്ല, നരകത്തെ പറ്റി പറയാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് നരകത്തിൽ പോകുന്ന മനുഷ്യനെ പറ്റി ഒന്ന് പറഞ്ഞൂടെ? ഒരു മനുഷ്യന്റെ ഒരു തോളിൽ നിന്നടുത്ത തോളിലേക്കുള്ള ദൂരം 3 ദിവസത്തെ വഴി ദൂരമാണ്. ആരുടെ വഴി ദൂരമാണെന്നറിയോ? 10-80 വയസ്സായ ഒരു പിതാവ് ഒരു കമ്പൂണിയിട്ട് നടന്നു വേച്ചു പോകുന്ന ഒരു പിതാവിന്റെ ദൂരമല്ല. പിന്നെയോ നബി തങ്ങൾ പറയുകയാണ്, ലിറാകിബിൽ മുസ്രിഈ, അതിവേഗം ഓടിപ്പോകുന്ന, പീട്ടി ഉഷയൊക്കെ വേഗത്തിൽ ഓടുന്ന ഒരാൾ 3 ദിവസം ഓടിയാൽ എവിടെ എത്തിച്ചേരുമോ? ഇടയ്ക്കും ഇരിക്കാൻ പാടില്ല, ഒരു ചെറിയ വിശ്രമം പോലും പാടില്ല, ഇടയിലൊന്ന് വിശ്രമിക്കാൻ പോലും ഇരിക്കാൻ പാടില്ല. ഇന്ന് സഹോദരങ്ങളെ ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച 10:30 ഇന്ന് ഈ രാത്രിയിൽ ഈ സരസിന്റെ ഈ പ്രസംഗ പീഠത്തിന്റെ മുമ്പിൽ നിന്നൊരാൾ ഇറങ്ങി ഓടുകയാ. ആരാണ്? ആരോഗ്യമുള്ള നല്ല വേഗത്തിലോടാ കഴിയുന്ന ഒരാൾ ഓടുകയാ. നാളെ ഞായറാഴ്ചയാ, രാത്രി 10:30. മറ്റന്നാള് തിങ്കളാഴ്ചയാണ്, രാത്രി 10:30. അതിന്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്, രാത്രി 10:30 മണിയാകുമ്പോൾ എവിടെയാണ് പൊന്നുമോനെ നീ എത്തിച്ചേരുക? ഇതിനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും നിൽക്കാൻ പാടില്ല, അതിവേഗം നീ ഓടണമെന്നാണ്. അങ്ങനെ 3 ദിവസം ഓടിയാ നീ എവിടെ എത്തിച്ചേരുമോ? അവിടം വരെയാ നിന്റെ 2 തോളുകളുടെ ഇടയിലുള്ള ദൂരമെന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. കണ്ടോ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വീതിയാണ് പറഞ്ഞതെങ്കിൽ അവന്റെ എല്ലിനെ ആവരണം ചെയ്ത മാംസമുണ്ടല്ലോ, ആ മാംസത്തെ ആവരണം ചെയ്തതായ തൊലിയുണ്ടല്ലോ, ആ തൊലിയുടെ കനം എത്രയാണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? കയ്യെങ്ങാന പെട്ടെന്ന് ഒരു ഇരുമ്പിൽ കൊണ്ട് കീറിപ്പോയാ ആ തൊലി പെട്ടെന്ന് പേപ്പർ ചുരുണ്ടു പോകുമ്പോൾ നമ്മുടെ തൊലിയെങ്ങാന ചുരുണ്ടങ്ങ് മാറിപ്പോയാൽ ഒരു ബ്ലേഡിന്റെ കനം പോലും ആ തൊലിക്കില്ലല്ലോ. പക്ഷേ നരകത്തിലെങ്ങാനും ആ മനുഷ്യൻ പോയാൽ ആ മനുഷ്യന്റെ തൊലിയുടെ കനം എത്രയാണെന്നറിയുമോ? 42 മുഴം കനം തൊലിക്കുള്ളതാ. അണപ്പല്ലോ ജബലോടോട് സാമ്യവുമുള്ളതാ.
42 മുഴം ഖനമ തൊലിക്കുള്ളരാ അണപൊല്ലോ ജബലോടോട് സാമ്യവുമുള്ളരാ നാക്കൊമ്പുറത്തേക്കായവർ തള്ളുന്നതാ ഒരു ഫർസഖും അതിലധികവും നീളുന്നതാ അല്ലാഹുവേ ചിന്തിക്കാൻ കഴിയോ പെങ്ങളെ കള്ളു കുടിച്ച രാത്രികാലങ്ങളിലെ പുതുവത്സരം ആഘോഷിക്കാൻ പോയ ചെറുപ്പക്കാരാ അവന്റെ കൈയൊന്ന് പിടിച്ചിട്ടവനെ പിടിച്ചു നിർത്തിയിട്ട് അവനോടൊന്ന് പറ പൊന്നുമോനെ കള്ളിന്റെ പിറകെ പെണ്ണിന്റെ പിറകെ അതുപോലെ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ പിറകെ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരന് പ്രിയമുള്ള വാപ്പാ ഒന്ന് വിളിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ കണ്ണി കണ്ടവന്റെ കൂടെ കാമം തീർക്കാൻ ഇറങ്ങി ഓടുമ്പോ മുസ്ലിം പെണ്ണേ നീ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടല്ലേ പോയത് ഒരു നിമിഷം നീ എന്ന് പിന്തിരിഞ്ഞ് നോക്കാത്തതുണ്ട് പൊന്നുമോള് അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ് നരകാവകാശിയായ ഒരു മനുഷ്യന്റെ 2 ഷോൾഡറിനിടയിലുള്ള ദൂരം 3 ദിവസത്തെ വഴി ദൂരമാണെങ്കിൽ ആ മനുഷ്യന്റെ തൊലിയുടെ കനം എത്രയെന്നറിയോ 42 മുഴമാണ് 42 മുഴമാണ് തൊലിക്ക് 42 മുഴം വരുമെങ്കിൽ ഓ മാംസപ്പ് എത്ര കനമാ വരിക ആ മാംസം ഏതൊരു എല്ലിനെയാണോ ആവരണം ചെയ്തത് ആ എല്ലിന്റെ കട്ടി എത്രയാണ് അപ്പൊ ഒരു മനുഷ്യന്റെ കനം ഇത്രയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളും നരകത്തിലാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് ന്യൂനപക്ഷമല്ല 1000 പേരുണ്ടെങ്കിൽ 501 പേരും നരകത്തിലാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ അങ്ങനെ ഇത്രയും ഭൂരിപക്ഷം ആളുകളെ ആ നരകമങ്ങ് ഉൾക്കൊണ്ടു കഴിഞ്ഞ നരകത്തിന്റെ വിശാലതയെ പറ്റി പറയണോ രണ്ടാമതായി മനസ്സിലാക്കാനുള്ളത് ഇന്ന് പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകളുള്ള പെണ്ണെ ചെറുപ്പക്കാരനോട് പുഞ്ചിരിച്ചുകൊണ്ട് മനോഹരമായ ചുണ്ട് വിടർത്തിയിട്ട് നിന്റെ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകൾ കാണിച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ മോശമായ രീതിയിലേക്ക് വികാരം ഇളക്കി വിടുന്ന പെണ്ണെ അതുപോലെ ചെറുപ്പക്കാരാ ഇന്ന് നിന്റെ പല്ലിന്റെ വലിപ്പം പല്ലിമുട്ടയെ പോലെ ചെറുതാണെങ്കിൽ നരകത്തിലെങ്ങാനും പോയി കഴിഞ്ഞാൽ ആ പല്ലിന്റെ വലിപ്പം എത്രയെന്നറിയോ ജബൽ ഉഹദിന്റെ വലിപ്പമുണ്ടെന്ന് ആ ഉഹദ് മലയുടെ വലിപ്പമുണ്ടെന്ന് ഒരു പല്ലിനാണ് സുബ്ഹാനല്ലാഹ് ഉഹദ് മലയുടെ വലിപ്പമാണ് അങ്ങനെ ഒരു പല്ലിന് ഉഹദ് മലയുടെ വലിപ്പമുണ്ടെങ്കിൽ 32 പല്ലും കൂടി വായിൽ വരുമ്പോ ആ വായുടെ വലിപ്പം എത്രയാണ് ആ വായ ഉൾക്കൊള്ളുന്ന തലയുടെ വലിപ്പം എത്രയാണ് ആ തല ഉൾക്കൊള്ളുന്ന ശരീരത്തിന്റെ വലിപ്പം എത്രയാണ് തീരുന്നില്ല പെങ്ങളെ നാക്കിന്റെ നീളമറിയണോ നാക്കിന്റെ നീളമറിയണോ ഒരു ഫർസഖ നാക്കിന്റെ നീളമെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ നരകാവകാശിയായ ഒരു മനുഷ്യന്റെ നാക്കിന്റെ നീളം ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇപ്പൊ നമ്മൾ എത്ര നാക്ക് ഭാര്യയെ പറ്റി ഭർത്താവ് പറയും നിനക്ക് നാക്ക് ഇത്തിരി നീളം കൂടുതലാടി ഞാൻ ഈ ഭാഗത്ത് എവിടെയോ 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് 3 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഈ പ്രദേശത്തോട്ട് വരുന്നത് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒരു പ്രാന്തപ്രദേശത്ത് നരകത്തിലെ നാരിമാർ എന്ന വിഷയത്തെ പറ്റി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഒരു പെണ്ണ് ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണിന്റെ ശിക്ഷകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവ് പറയും നിന്റെ നാക്കിന് വല്ലാത്ത നീളമാണ്. അതൊരു സാങ്കേതിക അർത്ഥമാണ്, നീളം കൂടുതലായതുകൊണ്ടല്ല, പക്ഷേ നാക്കിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ചില ഭർത്താക്കന്മാര് വലിയ ആണത്തത്തോടുകൂടി പറയും എന്റെ ഭാര്യ ഉസ്താദ് പറയും പോലെ ഒന്നും അല്ല, അത് മുസ്ലിയാരുടെ ഭാര്യ ആയിരിക്കും, പക്ഷെ എന്റെ ഭാര്യ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ വരച്ച വരയ്ക്കപ്പുറം ഇതുവരെ പോയിട്ടില്ല. ശരിയാണ്, പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് അവള് പറയും, എവിടെ വരയ്ക്കണമെന്നുള്ള കാര്യം അവള് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു പെണ്ണിന്റെ, ഒരു പുരുഷന്റെ, നരകാവകാശിയായ ഒരു മനുഷ്യന്റെ നാക്കിന്റെ നീളം എത്രയാണ്? കൂടുതലൊന്നുമില്ല, ഒരു ഫർസഖ. ഇന്ന് ദുനിയാവിലെ നാക്കിനി എത്രത്തോളം ശക്തിയായി നീട്ടിയാലും ദാടിയലിന്റെ താഴോട്ട് വരില്ല. ഇനി എത്ര നാക്ക് മുമ്പോട്ട് തള്ളിയാലും മൂക്കിന്റെ മുകളിലോട്ട് പോകൂല.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എത്ര വലിയ നാക്ക് പുറത്തേക്ക് രണ്ട് ഭാഗങ്ങളിലേക്ക് ചലിപ്പിച്ചാലും കവിള് വിട്ടു പോകൂല. പക്ഷെ നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ ഒരു നാക്ക് ഒരു ഫർസഖ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3 മൈല്. 3 മൈല്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ. അപ്പൊ ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 മൈല്. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ. അപ്പൊ ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററാ? 4.5 കിലോമീറ്റർ. 4.5 കിലോമീറ്റർ. ഉസ്താദെ, ഈ 4.5 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അഴീക്കോട് ജെട്ടിയിൽ നിന്ന് എവിടം വരെ ആയിരിക്കും? ചേരമാമ്പള്ളിയുടെ മുമ്പ് വരെ. അൽഹംദുലില്ലാ. ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായത്തിനെ കടിച്ചു കീറുന്ന, റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെ ക്രൂരമായിട്ട് കൊന്നെടുക്കുന്ന ബർമയിലെ ഭീകരവാദികൾ നാളെ കപ്പിയാളുന്ന നരകത്തിൽ വന്നാൽ, ഇന്ന് സിറിയയിലെ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിനെ ക്രൂരമായിട്ട് കൊന്നെടുക്കുന്ന ബഷാറുൽ അസദിന്റെ പട്ടാളം നാളെ പരലോകത്ത് വന്നാൽ, ഇന്ന് ഫലസ്തീന്റെ ഗോലാൻ മലമടക്കുകളിൽ പീഡനം അനുഭവിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ക്രൂരമായിട്ട് കൊന്നെടുക്കുന്ന ജൂത പരിസകൾ നാളെ പരലോകത്തിൽ വന്നാൽ, അവന്റെ ഒക്കെ ഒരു നാക്കിന്റെ നീളം റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത്. ഇവിടെയാണ് അവരൊക്കെ നിൽക്കുന്നതെങ്കിൽ ആ നാവ് പുറത്തേക്കിട്ടാൽ ചേരമാൻ പള്ളിയിലെ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചേരമാൻ ജുമാഅത്ത് പള്ളിയുടെ മുമ്പ് വരെ ആ നാവിന് നീളമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇനി നിങ്ങൾ തീരുമാനിച്ചോളെ, നാക്ക് കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണോ, ഭർത്താവിനെ നാവ് കൊണ്ട് പീഡിപ്പിക്കണോ എന്ന് ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിച്ചോളെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്രയും നീളമുണ്ടായിരിക്കും അവരുടെ നാവിന്. ഒന്ന് ചിന്തിച്ചേ, നാക്കിന് 4.5 കിലോമീറ്റർ ദൂരം. 2 തോളിന്റെ ഇടയിലുള്ള ദൂരം 3 ദിവസത്തെ വഴിദൂരം. തൊലിയുടെ കട്ടി എന്റെ പ്രിയപ്പെട്ടവരെ 42 മുഴം. ഒരു പല്ല് ഉഹുദ് മലയുടെ വലിപ്പം. അപ്പൊ ഈ മനുഷ്യന്റെ ഉയരവും വീതിയും വണ്ണവും കനവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി നരകത്തെ പറ്റി പറയണോ? ഒരാളുടെ കഥയാണ്, ഒരുത്തന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഭൂരിപക്ഷം ആളുകളും നരകത്തിലാണെന്ന് ഖുർആൻ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഭൂരിപക്ഷം ആളുകൾ നരകത്തിലാണ്. അപ്പോ നരകത്തിന്റെ ഭീകരത എത്ര വലിപ്പമാണ്! അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഞാൻ 2 ചെറിയ തിന്മകൾ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതെത്ര ഭീകരമെന്നൊരു ചോദ്യചിഹ്നം കൊടുത്തല്ലോ, അത് ഇത്ര ഭീകരമാണെന്ന് പറയണ്ടേ? നിങ്ങൾക്കറിയോ, റസൂലുള്ള മദീനത്തെ പള്ളിയിലെ സഹാബത്തിനോട് പ്രൗഢമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ ഒരു വലിയ ശബ്ദം കേട്ടു. ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദം കേട്ട സമയത്ത് നബി തങ്ങൾ ഒന്ന് മൗനം അവലംബിച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, തദറൂന മാ ഹാദാ, ഈ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താ ശബ്ദം കേട്ടെന്ന് നിങ്ങൾക്കറിയോ? ആ സമയത്തെ സഹാബത്ത് പറയുകയാണ്, ഇല്ല യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, ഹാദാ ഹജർ റുമിയ ബിഹി മുൻദു 70 ഖരീഫാ അല്ലാന ഇംദഹാ ഇലാ ഖൈരിഹാ. സഹാബത്തെ, നിങ്ങൾക്കറിയാമോ, 70 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു നരകത്തിൽ ഒരു കല്ലെടുത്തെറിഞ്ഞു. ആ കല്ലല്ലാനയും നരകത്തിന്റെ അടുത്തത്തിൽ ചെന്ന് വീണത് ഇപ്പോഴാണ് സഹാബത്ത്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കേണ്ട ചെറുപ്പക്കാരാ, 70 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു നരകത്തിൽ ഒരു കല്ല് വലിച്ചെറിഞ്ഞു. ആ കല്ല് ചെന്ന് വീണത് എപ്പോഴാണ്? 70 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങള്. ഈ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്ന് വീണ ഒരു 5 സെക്കൻഡ് പോലും വേണ്ടല്ലോ, ഒരു 5 സെക്കൻഡ് പോലും വേണ്ടല്ലോ, 5 സെക്കൻഡ് പോലും വേണ്ടാത്ത ഈ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഒരാൾ വീണാൽ പിന്നെ പിടിച്ചാ കിട്ടുമോ? പിന്നെ പൊടി പോലും കിട്ടൂല. 5 സെക്കൻഡ് പോലും ഇല്ലാത്ത ഇത്ര ദൂരത്തിൽ വന്ന് വീണപ്പോഴേ പൊടിയായി പോയി. എന്നാ 70 കൊല്ലങ്ങൾ വേണ്ടി വന്നു നരകത്തിൽ ഒരു ചെറിയ കല്ലെത്തിച്ചേരാ. അപ്പൊ നരകത്തിന്റെ ആഴമേറിയ, നരകത്തിന്റെ ആഴം എത്രയാ? നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമോട്ട പാമ്പതിലുണ്ട് ഉഗ്രന് തേളുകൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. അല്ലാഹുവേ, താങ്ങാ ഞങ്ങളെ കൊണ്ട് കഴിയൂല, നരകത്തിൽ വലിച്ചെറിയല്ലേ തമ്പുരാനെ എന്ന് കണ്ണ് പൊത്തി അല്ലാഹുവിന്
അള്ളാഹുവിനോട് കണ്ണ് പൊട്ടി കരള് പൊട്ടിയിട്ട് തൊണ്ട പൊട്ടിയിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. അതുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന ഒരാളെ കാണുമ്പോ, തെറ്റിലേക്ക് പോകുന്ന ഒരാളെ കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അവനല്ലേ, അവൻ പൊക്കോട്ടെ, അവൻ കള്ളുടിച്ചോട്ടെ. ഇന്ന് അതല്ലേ ചെറുപ്പക്കാരാ നമ്മുടെ മനസ്സിൽ. മറ്റോന്റെ മോന അവൻ പോയി തൊലയട്ടെ, ഇതല്ലേ നമ്മുടെ ചിന്ത. നിങ്ങൾക്കറിയോ ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്ത് എത്ര വിഷയങ്ങൾ ഉണ്ടായി? അപ്പോഴൊക്കെയും നമ്മളൊക്കെ പറഞ്ഞു അത് അവരുടെ വിഷയമാണ്, നമ്മുടെ വിഷയമല്ല. അവരുടെ വിഷയമാണ്, നമ്മുടെ വിഷയമല്ല. അവസാനം ഈ ഉമ്മത്തിനെ മുഴുവനും വിഴുങ്ങാൻ ഭദ്രകാളിയായി സവർണ ഫാസിസ്റ്റുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എലി പത്തായത്തിൽ ഇരിക്കുന്ന സമയത്താണ്, ഒരു കഥയാണ്, ഇനി ബുഖാരിനൊന്നും ചോദിച്ചു കളയരുത്, കുഴഞ്ഞു പോകും. ഒരു എലി പത്തായത്തിൽ ഒളിച്ചിരിക്കാൻ, ആ സമയത്താണ് വീട്ടുകാരൻ എലിപ്പെട്ടിയുമായി വരുന്നത് കണ്ടു. ഒരു കഥയാണിത്. നമ്മുടെ ഈ കാലഘട്ടവുമായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ്. ആ എലി പെട്ടിയുമായി വരുന്ന വീട്ടുകാരനെ കണ്ടപ്പോൾ എലിക്ക് പേടിയായി. കാരണം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്റെ ജീവിതം എലിപ്പെട്ടിയുടെ ഉള്ളിൽ ഹോമിക്കപ്പെടുകയാണ്. ആ എലി എന്ത് ചെയ്തു? ചാടി പുറത്തിറങ്ങിയിട്ട് മുറ്റത്തിറക്കിറങ്ങിയപ്പോൾ പാമ്പിഴഞ്ഞു വരിക. പാമ്പിനോട് പറഞ്ഞു, പാമ്പേ എന്ത് ചെയ്യാനാ, എലിപ്പെട്ടിയുമായി വീട്ടുകാരൻ വന്നിരിക്കുന്നു, രക്ഷപ്പെടുത്തണം. ആ സമയത്ത് പാമ്പ് പറഞ്ഞു, എലിപ്പെട്ടിയെ പേടിക്കേണ്ടത് പാമ്പായ ഞാനല്ല, എലിയായ നീയാ. അതുകൊണ്ട് നിന്റെ വിഷയമാണ്, എനിക്ക് എന്റെ വിഷയം നോക്കിയാൽ മതി, നീ നിന്റെ ജോലി നോക്കി പോകാൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് നേരെ തൊട്ടപ്പുറത്ത് കെട്ടിയിരിക്കുന്ന ആടിന്റെ അടുത്ത് ചെന്നു. ആ എലി പറഞ്ഞു, എലിപ്പെട്ടിയുമായിട്ട് വീട്ടുകാരൻ വന്നിരിക്കാൻ, അതുകൊണ്ട് സഹായിക്കണം. ആകെ സങ്കടത്തിലാണ്. ആട് പറഞ്ഞു, എലിപ്പെട്ടിയെ ആടായ ഞാൻ പേടിക്കണ്ടല്ലോ, നീ പേടിച്ചാ മതി, അതുകൊണ്ട് എന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് ആടും കൈയൊടിഞ്ഞപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് എലി നേരെ തൊട്ടടുത്തുള്ള പോത്തിന്റെ അടുത്ത് പോയെന്നാണ്. ആ പോത്ത് പറഞ്ഞു, പോത്തായ ഞാന് എലിപ്പെട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല, എന്റെ ഒരു വാല് പോലും കേറാനുള്ളതല്ല എലിപ്പെട്ടി, അതുകൊണ്ട് നീ പേടിച്ചാ മതി, എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഇടപെടൂല. എന്താ സംഭവിച്ചെന്നറിയോ? ആ എലി പേടിച്ച് പാമ്പും ആടും പോത്തും കൈയൊടിഞ്ഞ സങ്കടത്തോടെ, ഇനി ആ മനുഷ്യനടുത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ, ആ മനുഷ്യനല്ലേ കൊണ്ട് നടക്കുന്നത്. ആ പാവപ്പെട്ട എലി പത്തായത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊടുങ്കാറ്റടിച്ചു, മഴ പേമാരി പെയ്തിറങ്ങി, കറണ്ടങ്ങ് പോയി. ആ സമയത്ത് ഈ വീട്ടുകാരൻ എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചു. ആ സമയത്ത് തന്നെ പാമ്പെഴഞ്ഞു വന്ന് അറിയാതെ എലിപ്പെട്ടിയുടെ ഉള്ളിലായി പോയി. എലിപ്പെട്ടിയുടെ ഉള്ളിലായത് പാമ്പല്ല എലിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വീട്ടുകാരൻ ഓടി വന്ന് പിടിക്കാൻ ശ്രമിക്കുമ്പോ പാമ്പ് കൊത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് വീട്ടുകാരനെ പാമ്പ് കൊത്തിയ വിവരമറിഞ്ഞുകൊണ്ട് നാട്ടുകാർ ഓടിക്കൂടി പാമ്പിനെ തല്ലിക്കൊന്നു. അങ്ങനെ ഉടനെ അടുത്ത വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി. വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ഇയാളുടെ വിഷം ഇറങ്ങണമെങ്കിൽ അജമാംസ രസായനം കൊടുക്കണം, ആട്ടിന്റെ സൂപ്പ് കൊടുക്കണം. അതിനെന്താ വേണ്ടത്? ആടിനെ കിടക്കല്ലേ, അറുക്കാൻ പറഞ്ഞു. ആടിനെ അറുത്തു. ആടിനെ അറുത്തിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന നേരം ഈ വീട്ടുകാരൻ നിന്നില്ല, മരിച്ചുപോയി. കാരണം പാമ്പിന്റെ വിഷം അത്ര ശക്തിയാണ്. അങ്ങനെ ബന്ധുക്കളൊക്കെ കൂടിയതല്ലേ, മൂന്നാം ദിവസത്തില് ഒരു വലിയ സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയതല്ലേ, മനോഹരമായി പിരിയാമെന്ന് കരുതിയിട്ട് ഇത്രയും ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പോത്തിനെയും കണ്ടിച്ചു, പോത്തിറച്ചിയും വെച്ച് ചാപ്പാടും കൊടുത്തു. ഇതെല്ലാം കണ്ട് പോത്തിന്റെയും ആടിന്റെയും പാമ്പിന്റെയും മനുഷ്യന്റെയും മരണം കണ്ട് മൂകസാക്ഷിയായി പത്തായത്തിൽ എലി അങ്ങനെ ഇരിപ്പുമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില അബദ്ധ ജടിലമായ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് വന്നെത്താൻ പോകുന്ന ഏറ്റവും വലിയ സത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു വശം. ഒന്ന്, സമുദായത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അവനെയല്ലേ, ഇത് മറ്റോനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ നിൽക്കാതെ ഇത് അള്ളാഹുവിന്റെ ദീനിനെയല്ലേ, ആ ഒരു ചിന്ത വരട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട റിയാസ് ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരു പണ്ഡിതനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ഏരൂർ ശംസുദ്ദീൻ ഉസ്താദ്. ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയില് കളാപ്പന എന്ന് പറയുന്ന പ്രദേശത്ത് വഴല് പറയുമ്പോൾ ആ വഴല് ഈ സമയം വരെയും 11 മണി വരെയും ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഉസ്താദിന്റെ ദുആ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നിരുന്ന് ദുആ ചെയ്തു. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹ വിളിച്ചു. അത്ഭുതപ്പെട്ടു പോയി. ശംസുൽ ഉലമയ്ക്ക് വേണ്ടി ആദ്യം ഒരു ഫാത്തിഹ, ഉള്ളാൽ തങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഫാത്തിഹ, റഈസുൽ ഉലമയ്ക്ക് വേണ്ടി മറ്റൊരു ഫാത്തിഹ. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു സുന്നിയാണ്, ഞാൻ റഈസുൽ
റഈസുൽ വേണ്ടി, ദക്ഷിണക്കാരന് വേണ്ടി ഞാൻ ഫാത്തിഹ ഓതി, ഞാൻ സമസ്തക്കാരന് വേണ്ടി ഫാത്തിഹ ഓതി, ഞാൻ അത് മറ്റൊരു ഗ്രൂപ്പുകാരന് വേണ്ടി ഫാത്തിഹ ഓതി. ഇങ്ങനെ ആകണമെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെ ആയിക്കൂടെ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ രണ്ട് പൊന്നുമക്കളെ അള്ളാഹു ജീവിച്ചിരിക്കുമ്പോ കൺമുമ്പിൽ രണ്ട് പൊന്നുമക്കളെ അള്ളാഹു തിരിച്ചെടുത്തപ്പോഴും അള്ളാഹു തന്നത് അള്ള തിരിച്ചെടുത്തു, അതിന് ഞാൻ എന്തിന് പരിതപിക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും നല്ല ഈമാനികമായ ആവേശത്തോടെ ക്ഷമയോ അവലംബിച്ച ബഹുമാനനായ മുസ്തജാബുദ് ദഅവ ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ഒരു സമീപനം നമുക്കും ഉണ്ടാകണം. ഉമ്മത്തല്ലേ, നമ്മുടെ സമുദായം അല്ലേ, നമ്മൾ അല്ല നമുക്കൊന്നാ, നബി ഒന്നാ, ഖുർആൻ ഒന്നാ, കഅബ ഒന്നാ, എല്ലാം ഒന്നല്ലേ. നമ്മൾ എന്തിനു ഭിന്നിക്കണം? മതി എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഒരുമിച്ച് നിന്നൂടെ? നമുക്കിനി ഒത്തൊരുമയോടെ നിന്നൂടെ? അത് ഒരു വശം. മറുവശം, കള്ളു കുടിക്കുന്നവനെ കാണുമ്പോൾ അത് അവന്റെ മോനല്ലേ കുടിച്ചോട്ടെ, പെണ്ണുപിടിയനെ കാണുമ്പോൾ അത് അവരുടെ മോളല്ലേ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിക്കലല്ല. നാളെ നമ്മുടെ കൺമുമ്പിലെത്തുമ്പോ മറ്റുള്ളവർ അത് പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു വാപ്പ ഒരു ഉമ്മ, അവരുടെ മക്കളാണ് നമ്മൾ എല്ലാവരുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനവന്റെ ആ കാര്യങ്ങൾ, മറ്റുള്ളവന് വരുന്ന കാര്യങ്ങൾ അവനവന്റെ കാര്യമായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരു ഒത്തൊരുമ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരാളും നരകത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നരകം ഭീകരമാണ് മക്കളെ, നരകം ഭീകരമാണ്, സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത് പറഞ്ഞ് സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചു കൊടുപ്പില്ലെങ്കിൽ പടച്ചവനെ തന്നെയാണ് സത്യം. ഈ സമുദായം പടച്ച് അവസാനം അല്ലാഹനെ പോലെ തള്ളി പറയുന്ന ഗതികേടിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.